കലഹമില്ലാതെ തീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കലഹം ആ രീതിയിലുള്ള കലഹങ്ങളൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. 21 മന്ത്രിസ്ഥാനത്തിൽ 11 എണ്ണം മുഖ്യമന്ത്രി അടക്കം കോൺഗ്രസിനും, ബാക്കി 10 എണ്ണം ഘടകകക്ഷികൾക്കുമാണ്. ലീഗിന് 5, കേരള കോൺഗ്രസ് 2, CMPക്ക് 1, RSPക്ക് 1, മണി സി കാപ്പനും അനൂപ് ജേക്കബിനും 2.5 വർഷം എന്നുള്ള നിലയ്ക്കാണ്. അതിനകത്ത് എടുക്കാൻ പറ്റുക മാക്സിമം ശ്രമിക്കുക. കേരള കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് ഇങ്ങോട്ട് കിട്ടുമോ എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ കൂടെ കോൺഗ്രസിൻ്റെ അടുത്ത് 12 എണ്ണമാകാനേ സാധ്യതയുള്ളൂ. എന്നാലും മുഖ്യമന്ത്രി അടക്കം 12 എണ്ണം, അപ്പോൾ 11 MLA മന്ത്രിസ്ഥാനമേ ഉള്ളൂ. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം അധികാരത്തിൽ വന്നവരെല്ലാവരും പരിധിപ്രജ്ഞരായിട്ടുള്ള MLA മാരാണ്. കാരണം 3, 4, 5 വർഷം MLA ആയ ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ പരിഗണിക്കാതെ പോകുക എന്ന് പറയുന്നത് വലിയ, ഇപ്പം നമ്മൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കാര്യത്തിനകത്ത് നമുക്ക് പരിഗണിക്കേണ്ട ആളാണെന്ന് തോന്നാം. അനിൽകുമാറിൻ്റെ കാര്യത്തിനകത്ത് പരിഗണിക്കപ്പെടുന്ന ആളാണെന്ന് തോന്നാം. സിദ്ദിഖിൻ്റെ കാര്യത്തിനകത്ത് പരിഗണിക്കപ്പെടണമെന്ന ആളാണെന്ന് തോന്നാം. സജീന്ദ്രൻ്റെ കാര്യത്തിനകത്ത് പരിഗണിക്കപ്പെടേണ്ട ആളാണെന്ന് തോന്നാം. അപ്പം നമ്മൾ കാണുന്ന എല്ലാവരും, ശക്തൻ്റെ കാര്യത്തിൽ പരിഗണിക്കപ്പെടേണ്ട ആളാണെന്ന് തോന്നാം. അപ്പം പൈസി ബാലകൃഷ്ണൻ്റെ കാര്യത്തിന് വേണമെങ്കിൽ പരിഗണിക്കപ്പെടേണ്ട ആളാണെന്ന് തോന്നാം. കാരണം എല്ലാവരും 4, 5 പ്രാവശ്യം MLA മാരായി, 2, 3 പ്രാവശ്യം മന്ത്രിമാരായ ആൾക്കാർ വരെ അതിനകത്തുണ്ട്. ഇപ്പോൾ അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം അനിൽകുമാർ എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട 2 പ്രാവശ്യം മന്ത്രിയായി, 4 പ്രാവശ്യം MLA, മൊത്തം 6 പ്രാവശ്യം MLA ആളാണ് അനിൽകുമാർ. അപ്പം KC പക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ റവന്യൂ വകുപ്പ് KC പക്ഷത്തിന് ശരിക്കും കിട്ടണമെങ്കിൽ അനിൽകുമാറിന് കിട്ടണം എന്നുള്ളതാണ്. അവിടെ അപ്പോൾ സണ്ണി ജോസഫ് ഉണ്ട്, ഇപ്പോൾ KC പക്ഷത്തെ ഭാഗമായിരിക്കുന്ന സണ്ണി ജോസഫ് അവിടെ ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. ആഭ്യന്തരം രമേശ് ചെന്നിത്തലയ്ക്ക് പോയി രമേശ് ചെന്നിത്തല പറയുന്നു 2 പേരെയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അധികാരത്തിലേക്ക് വരുള്ളൂ എന്ന് പറയുന്നു. അപ്പം രമേശ് ചെന്നിത്തല പക്ഷത്തെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ കഴിയണം, KC പക്ഷത്തെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ കഴിയണം. ധനവകുപ്പെങ്കിലും ഇല്ലാതെ മുഖ്യമന്ത്രി ഏത് വകുപ്പ് വെച്ചിട്ട് നിൽക്കും എന്നുള്ളതാണ്. ആഭ്യന്തരം കയ്യിൽ നിന്ന് പോയി, റവന്യൂ കയ്യിൽ നിന്ന് പോയി, അപ്പോൾ ധനവകുപ്പെങ്കിലും മിനിമം വേണ്ടേ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്. അപ്പം പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ എന്ന് പറയുന്നത് ധനവും ആഭ്യന്തരവും റവന്യൂ ആണ്. അത് 3 പേർക്കും 3ആയിട്ട് വീതിച്ചെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളിലെല്ലാം തന്നെ ഇപ്പം വ്യവസായം, PWD, പഞ്ചായത്ത് ഒക്കെ ലീഗിന് പോയി. അപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അതിനേക്ക് അപ്പുറം നിൽക്കേണ്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഒരു സമന്വയത്തിലെത്തിയ പോലെ തന്നെ MLA മാർ ഒരു സമന്വയത്തിലെത്തേണ്ട അവസ്ഥ വരികയാണ്. കാരണം 63 MLA മാരുണ്ട്. 63 MLA മാരിൽ മുഖ്യമന്ത്രി ഒഴിച്ച് ബാക്കി 60 പേരിൽ ഒരു 50 പേരും ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാൽ തെറ്റില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രാപ്തിയുള്ളവരാണ്. അപ്പോൾ ഇവർക്ക് ആകെയുള്ളത് 10 എണ്ണമാണ്. അപ്പം അതിനനുസരിച്ച് ഇവരെല്ലാം നിൽക്കുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ വലിയ രീതിയിൽ അടിക്കും ബഹളത്തിലൊന്നും പോകും എന്നുള്ളത്.